ശ്രീ IB സതീഷ്. സർ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട കരിക്കുലത്തിൽ വിദ്യാർത്ഥികൾക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിനു ബദലായി കേരളം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ നൽകാമോ? മൾട്ടിപ്പിൾ എക്സിറ്റിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യമായി അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ വൻതോതിൽ കൊഴിഞ്ഞുപോകുന്നതിനാണ് ഇടവയ്ക്കുക. ഒന്നാമത്തെ വർഷം പൂർത്തീകരിച്ചാൽ സർട്ടിഫിക്കറ്റും രണ്ടാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഡിപ്ലോമയും നൽകുന്നു എന്നുള്ളത് ബിരുദവുമായി ബന്ധപ്പെട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്നാം വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് യാതൊന്നും തന്നെ സബ്സ്റ്റാൻഷ്യലായിട്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അരികുവൽക്കരിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പുറന്തള്ളുന്ന വിധത്തിലുള്ള എക്സ്ക്ലൂഷൻ പോളിസിയിലേക്കല്ല കേരളം പോയിട്ടുള്ളത്. മറിച്ച് അവരെ ശാക്തീകരിക്കുന്നതിനും മുഖ്യധാരയിലേക്കും കൊണ്ടുവരുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാപ്യതയ്ക്കും സാമൂഹ്യനീതിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് 3 വർഷം പൂർത്തീകരിച്ച് 133 ക്രെഡിറ്റുകൾ ആർജിക്കുന്ന ഘട്ടത്തിൽ ഒരു എക്സിറ്റും തുടർന്നും പഠിക്കാൻ ആഗ്രഹമുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾക്ക് 4ാം വർഷം കൂടി തുടർന്ന് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്തി 4ാം വർഷം ഓണേഴ്സ് ബിരുദം നൽകുന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. 1-2 വർഷങ്ങളിലെ എക്സിറ്റ് ഇല്ല.